എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വിക്രമും പ്രകാശനും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ചന്ദ്രസേന്റെ ബോഡി അങ്ങോട്ട് കാണാൻ പോന്നെ. വിക്രത്തോട് പറഞ്ഞു, എടാ കത്തിച്ചു വിടാന്ന് പറയണം. എന്റെ അച്ഛ ഇത്ര സ്പീഡേ ഉള്ളൂ, ഇത് കൂടുതൽ സ്പീഡിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ലെന്ന് പറയാം. എടാ ബോഡി എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ ചിത കത്തുന്ന കാണാൻ പറ്റുള്ളൂ. എന്റെ അച്ഛ പേടിക്കണ്ട, ചിത കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിച്ചേക്കാന്ന് പറയണം. അവരുടെ അലമുറയിട്ടുള്ള കരച്ചില് അതൊന്ന് കാണണ്ടേന്ന് ചോദിക്കുകയാണ്. ഇതേട്ടൻ പ്രകാശം പറഞ്ഞു, അത് പിന്നെ എന്ത് ചോദ്യമാണ് മോനെ, അത് കാണണ്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരും കൂടെ പോവാണ്. ഈ സമയം രാഹുലിന്റെ അടുത്തേക്ക് സരയു വരുവാണ്. സരയു വന്നു കഴിഞ്ഞപ്പോ രാഹുൽ ആകപ്പാടെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. സരയു വന്നിട്ട് പറഞ്ഞു, എന്റെ നേർക്കൊക്കെ ചാടിക്കുറയ്ക്കാനായിട്ട് എന്തൊരു താല്പര്യ, അതിന് നാലിലൊന്നും ഇതുണ്ടായിരുന്നെങ്കിൽ സ്വന്തം പെങ്ങളെ നിലയ്ക്ക് നിർത്തായിരുന്നു പറയാണ്. പെങ്ങളെ പണി തന്നതിന്റെ പേരില് ഞങ്ങളോട് വന്ന് കിടന്ന് ചാടിയിട്ട് കാര്യമില്ല. ദേ നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം ഇപ്പൊ മനുവേട്ടൻ്റെ ഇവിടുന്ന് പോയിരിക്കുന്നേ. എന്റെ മനുവേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല ഉണ്ടല്ലോ, ഞാൻ ഒന്നിനെയും വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, അവനെയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ല കാലം ഒന്ന് കൂട്ടിയാൽ മതി എന്ന് പറയാം. അതെ എന്റെ അച്ഛനായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കി വിട്ടാനെന്ന് പറയാം. പിന്നെ നീ എന്ത് കാണിക്കാനാ, ഇത്രയും കാലം ഞാൻ വെറുതെ ഇരുന്നു. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിനക്ക് നല്ല കാലം എന്ന് പറയാം. ഇത് കേട്ടപ്പം സരുവിന് സഹിച്ചില്ല. വെറുതെ അല്ല അമ്മ കൊണ്ടുപോയി നിങ്ങളെ ഷോക്ക് അടിപ്പിച്ചെന്നൊക്കെ പറയണം. അപ്പോഴേക്ക് ശാരി അങ്ങോട്ടേക്ക് കയറി വന്നു. ശാരി വന്നിട്ട് പറഞ്ഞു, മോളെ നീ കൂടുതലൊന്നും ഇനി ഇങ്ങേരോട് പറയാൻ പോണ്ടെന്ന് പറയാം. ഇങ്ങേർക്ക് സമനില തെറ്റി ഇരിക്കണ സമയമാന്ന് പറയാം. അതേടി എനിക്ക് സമനില തെറ്റി ഇരിക്കുക, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എല്ലാത്തോണ്ട് ഞാൻ പണി തരുമെന്ന് പറയാം. പിന്നീട് സരുവിനോട് പറഞ്ഞു, മോൾ ഇങ്ങോട്ട് പോരെ, ചിലപ്പോൾ ഇയാൾ പിടിച്ച് ചിലപ്പോൾ വിഴുങ്ങിയിരിക്കും, അത്രയ്ക്ക് ദേഷ്യം പിടിച്ചിരിക്കുവാന്ന് പറയണം. അങ്ങനെ അവര് ഹാളിലേക്ക് വരുവാണ്. ഈ സമയത്ത് രാഹുൽ ദേഷ്യം പിടിച്ചിട്ട് രക്ഷയില്ല. രാഹുൽ പിന്നീട് രൂപേനെ വിളിക്കാനായിട്ട് ഡയൽ ചെയ്യുകയാണ്. ഈ സമയത്ത് രൂപ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ പങ്കെടുക്കാണ്ട് തുടങ്ങണം. അപ്പോഴാണ് രാഹുലിന്റെ കോൾ വരുന്നത്. കോൾ എടുത്തില്ല, കാരണം എന്തിനാ വിളിക്കണമെന്ന് അറിയാം. തന്നെ ചിലപ്പോൾ വിളിക്കാനായിരിക്കും, തൽക്കാലത്തേക്ക് കോൾ എടുക്കേണ്ടെന്ന് വെച്ചു. ഈ സമയം ശാരിയോട് വന്നിട്ട് സരി പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അവരെ ഒന്ന് വിളിച്ചു നോക്ക്. ആ രൂപാന്റിനെ ഒന്ന് വിളിച്ചു നോക്ക്, അവരെ വിളിച്ചു നോക്കോ അറിയാം അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന്. അച്ഛൻ ഇത്രമാത്രം വന്ന് കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടണമെങ്കിൽ നല്ല രീതി കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ശാരി രണ്ടും കൽപ്പിച്ച് രൂപയുടെ നമ്പറിലേക്ക് വിളിക്കണം. ശാരിയുടെ കോള് കണ്ടു രൂപ എടുത്ത്, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ അവിടെ എന്താ രൂപ ഉണ്ടായെന്ന് ചോദിക്കുക. എന്തുണ്ടാവാനായിട്ട്, അല്ല രാഹുലേട്ടൻ ഇവിടെ വന്ന് കിടന്നിട്ട് ഭയങ്കര ദേഷ്യത്തില, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, കരണത്ത് പാടുമായിട്ടാ വന്നേ, അതുകൊണ്ടാ ചോദിച്ചെന്ന് പറയണം. കരണത്ത് പാടല്ല, ഇനി അങ്ങേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആസ്തകാലം വരഞ്ഞു കയറി മുളക് പൊടി ഇട്ട് വിടുവുള്ളൂ. ഞാൻ ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി. അറിയാലോ എന്റെ 1-2 വർഷമല്ല 10-25 വർഷം നശിപ്പിച്ചതാ. അങ്ങേരോട് ഞാൻ പൊറുക്കണമല്ലേ? ഒരിക്കലും ഇല്ലാന്ന് പറയണ. എന്റെ കഴുത്തിന് മേൽ ജീവനുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങേരോട് പൊറുക്കില്ലാന്ന് പറയാം. ഇത് കേട്ടതും ശാരി പറഞ്ഞ, അല്ല അത് പിന്നെ രൂപേ വേണ്ട കൂടുതലൊന്നും പറയണ്ട, എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടായിരുന്നു ഈ നാടകമെല്ലാം കളിച്ചോണ്ടിരുന്നേ. ഒരു വാക്ക് പറയായിരുന്നെങ്കിൽ എന്ത് വെള്ളം ഞാൻ എഴുതി കൊടുക്കുമായിരുന്നല്ലോ. പക്ഷേങ്കിൽ എന്റെ പോയ കാലം അത്രയും തിരിച്ചു തരാണ്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അറിയാം വെറുതെ ഇരിക്കില്ല അങ്ങേരെന്ന് എനിക്കറിയാം. എന്നെ കൊല്ലാൻ വേണേ പ്ലാൻ ഇടുമായിരിക്കും. പക്ഷെ എന്ത് പ്ലാൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അടുത്തേക്ക് വരട്ടെ. എന്റെ കൺമുന്നിൽ അങ്ങനെ ഇനി ഇപ്പൊ അയാൾ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ വെട്ടിയെരിയൂന്നൊക്കെ പറയണം. കിട്ടിയതുപോലെയല്ല അയാൾക്ക് ഇനി ഞാൻ കൊടുക്കാൻ പോണേന്ന് പറയണം. ഇത് കേട്ടപ്പം ശാരിക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല. പിന്നീട് ശാരി പെട്ടെന്ന് ഫോൺ കെട്ടിയാണ്. സരി ചോദിച്ച് എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം. അവിടെ നിന്ന് തന്നെയാ കിട്ടിയിരിക്കുന്നേ. ഇത്രയും കാലം അയാള് ചതിച്ചു, ഇപ്പൊ തിരിച്ച് അയാൾക്കിട്ടുള്ള ചതി അങ്ങോട്ട് കൊടുത്തെന്ന് പറയണം. ഇത് കേട്ടപ്പോ സരിയോ പറഞ്ഞു, അല്ലമ്മ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന ചോദിക്കാം. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ലെന്ന് പറയും. നിന്റെ അച്ഛൻ എന്ത് ഭാവിച്ചാന്ന് എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരി ചോദിച്ചല്ല നിങ്ങൾ എങ്ങോട്ടോ ഒരുങ്ങി കെട്ടിന്ന് ചോദിക്കാം. ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ, ഞാൻ എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്നൊന്നും നിനക്ക് അറിയേണ്ട കാര്യമില്ല. ഇനിയിപ്പം എന്നെ നോക്കുക വേണ്ട, പറഞ്ഞു മനസ്സിലായല്ലോ. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത്രയും കാലം എല്ലാവരും കൂടെ എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നു, ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ സരയെ പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത അടി മേടിക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇത് സ്വന്തം മകള് തന്നെ അടിക്കേണ്ടതായിരുന്നു. ഇത് കേട്ട് ഇനി രാഹുൽ പറഞ്ഞ അടിക്കടി, എന്നാ നീ അടിക്ക് അന്ന് കാണട്ടെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു, എന്റെ മനുവേട്ടൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പോലും എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ശാരി പറഞ്ഞ് കേട്ടില്ല അവള് പറഞ്ഞിട്ട് പോയത്. മനോഹറെ കണ്ടില്ലെങ്കിൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കും. മനുഷ്യ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒന്നെങ്കിൽ അവനെ അങ്ങോട്ട് തീർത്തുകളാ. എന്താണെങ്കിലും നിങ്ങൾ ഇങ്ങനെ വെടറി കൂടി നടക്കുമല്ലേ, പിന്നെ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാന്ന് പറയണം. അവന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ മോളുടെ ജീവിതം താഴും. പിന്നെ അറിയാലോ മോൾക്ക് അല്ലെങ്കിൽ തന്നെ കട്ടക്കലിപ്പാണ് നിങ്ങളോട്. ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയത്തില്ല. ഒരു കാലത്ത് നിങ്ങൾ ചെയ്ത ചതിയുടെ ബലവ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ശാരി അങ്ങോട്ടേക്ക് കയറിപ്പോവാ.
രാഹുലിന് ഭ്രാന്തായിപ്പോയി. രാഹുൽ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം അങ്ങനെ ചന്ദ്രസേന്റെ ബോഡി കാണാനായിട്ട് ഭയങ്കര സന്തോഷത്തോടെ പ്രകാശനും വിക്രവും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും വണ്ടി മുറ്റത്ത് കാറൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ബോഡി എടുക്കാറായെന്ന് തോന്നുന്നതെന്ന് പറയാണ്. പാച്ച നമുക്ക് പെട്ടെന്ന് കയറി പോകാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും കാണുന്ന കാഴ്ച അവിടെ ഫുൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. വെഡിങ് ആനിവേഴ്സറിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വെച്ചിരിക്കുന്നു. കേക്ക് കട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ബാക്കി എല്ലാവരും ഉണ്ട്. ഒരു നിമിഷം ഒരു നിമിഷം ഒരു പ്രകാശനോർത്ത് ഇതെന്താ ഇവിടെ ബോഡിയാന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഒന്നോർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രസേന അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്താ പ്രകാശ, നീ എന്താ അന്തം വിട്ട് നോക്കണേന്ന് ചോദിക്കാം. ഓ മറന്നുപോയി ഞാന്, നീ ബോഡി കാണാൻ വന്നാണല്ലോ അല്ലേ, കണ്ടോടാ, ശരിക്കും എന്നെ കണ്ടോളാൻ പറയാണ്. ഇത് കേട്ടതും വിക്രം പ്രകാശിനോട് പതുക്കെ പറഞ്ഞു, അച്ഛാ പണി പാളിയെന്നാ തോന്നിയെന്ന് പറയാണ്. എന്താടാ കുശുഷിക്കുന്നേ, ഇങ്ങോട്ട് കയറി വാ, അവിടെ നിന്ന് എങ്ങനെയാ കണ്ടിട്ട് പോന്നെ, അകത്തേക്ക് കയറി വരാൻ പറയാണ്. പ്രകാശന് ഒന്നും മറുപടി പറയാനില്ല. അപ്പോഴേക്കും കിരൺ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ശരിക്കും ഒന്ന് കണ്ടിട്ട് പോട്ടെ, കൺകുളറൊക്കെ കണ്ടിട്ട് പോട്ടെ. ഏതായാലും വിളിച്ചു പറഞ്ഞ ആള് നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇത്ര വെപ്രാളപ്പെട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഈ പൊരുവേലത്ത് ബൈക്ക് ഓടിച്ച് ഇവിടം വരെ വരണമെങ്കിൽ ആ ചില്ലറ കാര്യമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്ക് സോണി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. വിക്രം സോണിനെ ഒന്ന് നോക്കി. അവൾ ഒന്നുകൂടെ നല്ല തടിച്ചുരുണ്ടിട്ടൊക്കെ ഉണ്ട്. തന്റെ കൂടെ ഇരുന്ന പോലെയല്ല, അവൻ നല്ലവണ്ണം തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോഴേക്ക് ആൽബി അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രത്തിനോട് ചോദിച്ചു, എന്നെ അറിയോടാന്ന് ചോദിക്കണം. വിക്രത്തിന് എന്ത് മറുപടി പറയാനും നടത്തില്ല. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ, നീ തലക്കടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് ചത്തു പോകുന്നോ? എടാ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ എന്റെ ഭാര്യനെ കണ്ടോന്ന് ചോദിക്കുകയാണ്. അവളുടെ മൊത്തം സന്തോഷം നീ കണ്ടോ? നിന്നെപ്പോലെ ഒരു ദുഷ്ടന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് അവള് സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ അധികം വൈകാന്നുണ്ടല്ലോ എന്റെ മോൾ ഇങ്ങോട്ട് വരും, നീ അവളെ കാണണമെന്ന് പറയാണ്. ഇത് കേട്ടേ പ്രകാശം പറഞ്ഞു, വാടാ മോനെ നമുക്ക് പോവാന്ന് പറയണം. ചന്ദ്രസേൻ പറഞ്ഞു, എങ്ങോട്ടാ? ഒരു നല്ലൊരു കർമ്മം കൂടാൻ വേണ്ടി വന്നതല്ലേ, എന്റെ മരണാനന്തര ചടങ്ങുകള്. ഇനിയിപ്പം മരണാനന്തരം കണ്ടില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാം, വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് കൂടിയിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണം. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, വാ മോനെ നമുക്ക് പോവാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, അവിടെ നിൽക്കട പ്രകാശനം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രകാശനെ പിടിച്ചു നിർത്തിയിട്ട് ആ കാരണത്തിട്ട് മാറി മാറി അടിക്കുവാണ്. ഇവിടം വരെ വന്നിട്ട് നിനക്കൊന്നും തരാൻ നിന്നെ പറഞ്ഞു വിടുന്ന മോശമല്ലേന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യേ, നീ ഇവിടെ നിൽക്കുക, പോകാൻ വരട്ടെ. പിന്നീട് രൂപയോട് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി കേക്ക് കട്ട് ചെയ്യണം സന്തോഷകരമായിട്ട്. പിന്നീട് രൂപയും സേനും ഒക്കെ പരസ്പരം കേക്ക് വായി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും വായി വെച്ച് കൊടുത്ത് ഇങ്ങനെ സന്തോഷം പങ്കിടുകയാണ്. പ്രകാശനും വിക്രത്തിനും പോകാനും പറ്റില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥ. പിന്നീട് പ്രകാശനോട് പറഞ്ഞു, വേണമെങ്കിൽ ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പൊക്കോടാ, മരണാനന്തര ചടങ്ങ് കൂടിയില്ലെങ്കിലും വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് കൂടിയെന്നാക്കാലോ എന്ന് പറയണം. പിന്നീട് പ്രകാശൻ ആ പണം നാണം കെട്ട് തൊലി ഒഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. വിക്രത്തിനോട് പറഞ്ഞു, ആ രാഹുൽ നമ്മുടെ ചതിച്ചാടാ മോനെന്ന് പറയണം. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അച്ഛനല്ലേ കാള പറ്റുമെന്ന് അറിഞ്ഞ ഉടനെ കയറെടുത്തോണ്ട് ഓടുന്നേ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. അത് പിന്നെ മോനെ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. പ്രതീക്ഷിച്ചല്ല പോലും, അവളാ സോണി ആൽബിയൊക്കെ നിൽക്കുന്ന കണ്ടായിരുന്നോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. രണ്ടെണ്ണത്തിനോട് അങ്ങ് വലിച്ചിറക്കിയിട്ട് നാടെ അങ്ങോട്ട് പൊട്ടിച്ചാലെന്ന് ഓർത്താന്ന് പറയാം. നല്ല കഥയെ, അങ്ങനെ എന്തേലും ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പൊ നീ അവിടുന്ന് പുറത്തിറങ്ങൂലായിരുന്നു പറയാണ്. ആ സമയം കിരൺ വന്നിട്ട് ചന്ദ്രസേനോട് പറഞ്ഞു, കലക്കി അച്ഛാ, ഞാനായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന അച്ഛനായിട്ട് കൊടുത്തിരിക്കുന്നേ. കുറെ കാലമായി അയാൾ ഇങ്ങനെ കിടന്ന് മേഞ്ഞു കിടക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അയാൾക്കൊരു പതനം ഉണ്ടാവും, എത്ര കിട്ടിയാലും അയാൾ പഠിക്കില്ലല്ലോ എന്ന് പറയണം. കല്യാണി പറഞ്ഞു, അത് ശരിയാ, അമ്മൂമ്മയ്ക്ക് എന്തായാലും നല്ല മാറ്റമുണ്ട്, അമ്മൂമ്മ മാറി, പക്ഷേങ്കിൽ മകൻ മാറാൻ തയ്യാറായിട്ടില്ല, ഇയാൾ മാറണമെങ്കിൽ ഇയാൾ കുഴിയിലേക്ക് പോകണമെന്ന് പറയണം. രൂപ പറഞ്ഞു, അത് ശരിയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇയാളെക്കാളും ദുഷ്ടനൊരുത്തനാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്, ആ രാഹുൽ എന്ന് പറയുന്നവൻ. അവൻ അടങ്ങിയിരിക്കില്ല, അയാൾ എന്തെങ്കിലും കുതന്ത്രമായിട്ട് വരുമെന്ന് പറയണേ. എല്ലാവരും സൂക്ഷിക്കുന്നല്ലെന്ന് പറയണേ. കിരൺ പറഞ്ഞു, വരുന്നവരൊക്കെ വരട്ടെ അമ്മേ, എന്തിനാ പേടിക്കുന്നേ, വരുന്നവരെ നമ്മൾ നേരിടും, ഒന്നുമല്ലേലും നമ്മളെല്ലാവരും ഇപ്പൊ ഒറ്റക്കെട്ടല്ലേന്ന് ചോദിക്കണം. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.